ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രഭാത ജാഗരണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഭാഗം, വിശ്വാസത്താൽ നാം മുന്നേറുമ്പോൾ വാതിൽ തുറക്കുന്നു. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനങ്ങൾ 50:23 സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. ഇവിടെ വിശ്വാസത്താൽ നാം മുന്നേറുമ്പോൾ വാതിൽ തുറക്കപ്പെടുന്നു എന്നതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്. നമ്മുടെ മുൻപിൽ പല വാതിലുകളും അടഞ്ഞു കിടക്കുമ്പോൾ ദൈവം നമുക്കായി വിശ്വാസത്തിലൂടെ ഒരു വാതിൽ തുറന്നു നൽകുകയാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷ എന്ന വാതിലിൽ കൂടെ നാം പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്നതായ വലിയ ഒരു സന്തോഷത്തെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 2-3 കാര്യാദികൾ ചെയ്യുക. 1, യാഗം അർപ്പിക്കുക എന്നതും 2, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതും 3, ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും എന്നതും ഉള്ളതായ ഒരു വാഗ്ദാനമാണ്. ഇവിടെ ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനങ്ങൾ 107:1 നമ്മോട് ഇങ്ങനെ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദയ ആഗ്രഹിച്ചാണ് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതെങ്കിൽ ദയയാൽ അവൻ നമ്മെ വഴി നടത്തും. കർത്താവായ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ തൊട്ട ആ സ്ത്രീക്ക് രോഗത്തിൽ നിന്ന് പരിപൂർണമായ മോചനം ലഭിച്ചതിന് കാരണം ആ സ്ത്രീയോട് കർത്താവായ യേശുക്രിസ്തുവിന് ദയ തോന്നി. കർത്താവ് ആ സ്ത്രീയോട് ഇങ്ങനെ പറയുകയുണ്ടായി, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം എന്നത്. ഇവിടെ ഇങ്ങനെ പറയുന്നു, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവായ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, ദയ നമ്മെ തേടി കടന്നു വരുന്നു. ഇവിടെ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. ഈ ഒരു വാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്നതായ സാഹചര്യത്തിൽ ദൈവത്തിന്റെ അടുക്കൽ സ്തോത്രത്തോടെ കടന്നു ചെല്ലുക. ദൈവം നമ്മെ ആശ്വസിപ്പിച്ച് അവിടുന്ന് ബലപ്പെടുത്തും. വെളിപ്പാട് പുസ്തകം 3-ാം അതിന്റെ 7-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ വാതിൽക്കൽ മുട്ടുകയാണ്. നമ്മൾ ഭയന്നിരിക്കുന്നതായ സാഹചര്യത്തിൽ, ഒറ്റപ്പെട്ടു പോയിരിക്കുന്നതായ സാഹചര്യത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളുടെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. നമ്മൾ ആ വാതിൽ ഒന്ന് തുറക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മളുടെ ഭവനത്തിൽ കടന്നു വരുമെന്ന കർത്താവായ യേശുക്രിസ്തു വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്. ഇവിടെ ഇങ്ങനെ പറയുന്നു, എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു വിശ്വാസം എന്ന വാതിലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ വിശ്വാസത്തോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും നമ്മളുടെ ജീവിതത്തിന് വളരെ വലിയ ഒരു മാറ്റം സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ മാറ്റം സംഭവിച്ച ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. തൻ്റെ മുൻകാല ജീവിതത്തിൽ കർത്താവിന് വിരോധമായിട്ട് പ്രവർത്തിക്കുകയും തനിക്ക് മാനസാന്തരം വന്നതിന് ശേഷം കർത്താവിനോടൊപ്പം ചേർന്ന് നിന്ന് കർത്താവിന്റെ വേലയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തമമായ ഒരു എഴുത്തുകാരനായിട്ട്, ഉത്തമ വേലക്കാരനായിട്ടും അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മോട് പറയുകയാണ്, ദൈവത്തിന്റെ കൃപ നമുക്ക് മതി. അതിൽ ആ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് എല്ലാം ലഭിക്കുമെന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു വാഗ്ദാനമാണ്. ഇവിടെ രക്ഷയുടെ തെളിവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ക്രൂസിൽ കിടന്ന ഒരു മോഷ്ടാവ് കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുകയുണ്ടായി, നീ രാജാവാകുന്നുവെങ്കിൽ നീ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളുക. ഇത് കേട്ട വേറെ ഒരു മോഷ്ടാവ്, തന്റെ ക്രിസ്തുവിനോടൊപ്പം കിടന്ന ഒരു മോഷ്ടാവ് പറയുകയാണ്, ഈ മനുഷ്യനിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. ആ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിനോട് ഇങ്ങനെ പറയുന്നു, കർത്താവെ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ. ആ മനുഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയോടും കർത്താവ് നെഞ്ചോട് ചേർത്ത് നിർത്തി പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. വിശ്വാസത്താൽ നാം മുന്നേറുമ്പോഴാണ് വാതിലുകൾ തുറക്കപ്പെടുന്നത്.
എന്നാൽ പല സാഹചര്യങ്ങളിലും വാതിൽ തുറക്കപ്പെടുന്നില്ല. കാരണം നമ്മളുടെ വിശ്വാസത്തിന്റെ ബലഹീനതയാണ്. ഇവിടെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു, വിശ്വാസത്തിൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മളുടെ വാതിലുകൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തുറന്നു നൽകി നമ്മെ ആശ്വസിപ്പിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിച്ച് അവിടുന്ന് ബലപ്പെടുത്തട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അടിയങ്ങളുടെ വിശ്വാസം എന്ന വാതിൽ തുറന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങ് എത്തിക്കുവാൻ അങ്ങ് അവിടുന്ന് സഹായിച്ച് അവിടുന്ന് ബലപ്പെടുത്തണമേ. കൃപ കൂടെ ഉണ്ടായിരിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.